ബീഹാറിലെ NDAയുടെ മഹാവിജയത്തിന് ശേഷം വാർത്താ സമ്മേളനം നടത്തിയ ACC ജനറൽ സെക്രട്ടറിയും നമ്മുടെ വാർ റൂം വിദഗ്ധനുമൊക്കെയായ KC വേണുഗോപാൽ ഒരു സംശയം പ്രകടിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ സംശയം മറ്റൊന്നുമല്ല, BJPയുടെ തിളക്കമാർന്ന വിജയം, ബീഹാറിൽ BJP നേടിയ തിളക്കമാർന്ന വിജയം സംശയാസ്പദമാണ്. ഇത്രയും മികച്ച സ്ട്രൈക്ക് റേറ്റിൽ എങ്ങനെ ബീഹാറിൽ BJPക്ക് വിജയിക്കാൻ സാധിക്കും? പ്രത്യേകിച്ച് 1984-ൽ കോൺഗ്രസിന് പോലും സാധിക്കാതെ, ഇന്ദിരാ തരംഗത്തിൽ കോൺഗ്രസിന് പോലും സാധിക്കാത്ത ഒരു വിജയം എങ്ങനെ BJP ബീഹാറിൽ നേടിയെന്നൊക്കെയാണ് KC വേണുഗോപാൽ പറയുന്നത്. അദ്ദേഹം ഒരു ഔട്ട്ഡേറ്റഡ് പൊളിറ്റീഷ്യൻ ആണെന്ന് പറയാൻ ഇതിലും കൂടുതൽ ഒരു തെളിവ് വേണ്ട. ബീഹാറിൻ്റെ ചരിത്രം അറിയുന്നവർക്ക് മനസ്സിലാവും BJPയുടെ സ്ട്രൈക്ക് റേറ്റ് എന്താണെന്നുള്ളത്. ഇത് ആദ്യമായിട്ടല്ല BJP ഇത്രയും മികച്ചൊരു വിജയം ബീഹാറിൽ നേടുന്നത്. ഇത്തവണ BJP 101 സീറ്റുകളിലാണ് മത്സരിച്ചത്. അതിൽ 89 സീറ്റുകളിൽ ജയിച്ചു കയറാൻ BJPക്ക് സാധിച്ചു. സ്ട്രൈക്ക് റേറ്റ് ഏതാണ്ട് 89% വരും. അപ്പം എന്താണ് അവസ്ഥ? ഇതിനു മുമ്പ് 2010-ലാണ് ഇതിലും മികച്ച വിജയം BJP ബീഹാറിൽ നേടിയത്. അന്ന് ഇത്ര ശക്തി BJPക്ക് ഇല്ല. അതുമാത്രമല്ല, അന്ന് കോൺഗ്രസ് ആയിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നത്. കോൺഗ്രസിന്റെ നോമിനികളായിരുന്നു അന്നത്തെ ഇലക്ഷൻ കമ്മീഷണർമാർ. SY ഖുറേഷി ആയിരുന്നു BJP 2010-ൽ മികച്ച വിജയം നേടിയപ്പോൾ ഉള്ള ഇലക്ഷൻ കമ്മീഷണർ. അതിനു മുമ്പ് നവീൻ ചാവ്ല ആയിരുന്നു. നവീൻ ചാവ്ല ആരാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കോൺഗ്രസുമായി പരസ്യമായിട്ടുള്ള ബന്ധമുള്ള അല്ലെങ്കിൽ ആ ഒരു ആരോപണം നേരിട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നു. അപ്പോൾ ചരിത്രമൊന്നും കോൺഗ്രസ് പെട്ടെന്ന് മറന്നു പോകുന്നത് നല്ലതല്ല. അപ്പോൾ അന്ന് 2010-ൽ JDU 115 സീറ്റാണ് നേടിയത്. 141 സീറ്റുകളിൽ മത്സരിച്ച്. BJP അന്ന് 102 സീറ്റുകളാണ് മത്സരിച്ചത്. അന്ന് 102 സീറ്റുകൾ മത്സരിച്ച് 2010-ൽ BJP 91 സീറ്റുകളിൽ ജയിച്ചിരുന്നു. അതായത് 2010-ൽ 102 സീറ്റുകളിൽ മത്സരിച്ച് 91 സീറ്റുകളിൽ വിജയിക്കാൻ BJPക്ക് സാധിച്ചിരുന്നു. ഇത്തവണ അത് 101 സീറ്റുകളിൽ മത്സരിച്ച് 89 അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇതിനു മുമ്പും BJP മികച്ച സ്ട്രൈക്ക് റേറ്റോടെ ബീഹാറിൽ വിജയിച്ചിട്ടുണ്ട്. ഇതിനേക്കാൾ മികച്ച സ്ട്രൈക്ക് റേറ്റ് എന്ന് വേണമെങ്കിൽ ടെക്നിക്കലി പറയാൻ സാധിക്കും. പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 2020-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും NDA സഖ്യത്തിലെ ഏറ്റവും വലിയ കക്ഷി BJP ആയിരുന്നു. 74 സീറ്റുകളാണ് നേടിയത്. അന്ന് 110 സീറ്റുകളിൽ മത്സരിച്ചാണ് BJP 74 സീറ്റുകളിൽ വിജയിച്ചത്. അതായത് BJP പൊതുവെ സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഒരു പാർട്ടി ആയിട്ടാണ് ബീഹാറിൽ അറിയപ്പെടുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BJPയുടെ സ്ട്രോങ് ആയുള്ള വോട്ട് ബാങ്കാണ്. ബ്രാഹ്മിൻ, ഠാക്കൂർ, ക്ഷത്രിയ, അതുകൂടാതെ തന്നെ കായസ്ഥ, ബനിയ, ഇങ്ങനെ ഒരു വലിയ ഗ്രൂപ്പിന് ലോയലായിട്ടുള്ള ഒരു വോട്ട് ബാങ്ക് BJPക്ക് ഉണ്ട്. അതിനൊപ്പം തന്നെ EBC, OBC, SC വിഭാഗക്കാർക്കിടയിലേക്ക് BJPക്ക് വലിയ തോതിൽ ഇറങ്ങിച്ചെല്ലാൻ അടുത്ത കാലത്ത് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ഇമ്പാക്റ്റും തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങളും. ഇപ്പോൾ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ സാധിക്കുക, ഡൽഹി തെരഞ്ഞെടുപ്പിന് ശേഷം BJPയുടെ എല്ലാ ശ്രദ്ധയും ബീഹാറിലായിരുന്നു. ഫെബ്രുവരി മുതൽ BJP പ്രത്യേക പദ്ധതി തയ്യാറാക്കി കർമ്മരംഗത്ത് നിൽക്കുകയാണ് ഉണ്ടായത്. RSSന്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. മിഷൻ തൃശൂൽ എന്ന് പേരിട്ട് RSSന്റെ പ്രവർത്തകർ വീട് വീടാന്തരം കയറി ഇറങ്ങി ഈ BJP JDU സഖ്യം വിജയിക്കുന്നതിൻ്റെ ആവശ്യകതയും മറ്റ് പ്രശ്നങ്ങളെല്ലാം ജനങ്ങൾക്കിടയിൽ പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ അത്രയും നിതാന്തമായ രീതിയിലുള്ള സ്ട്രോങ് ആയുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു ബലമാണ് BJP JDU സഖ്യത്തിൻ്റെ ഈ ഒരു വിജയം. ഇത്തവണയാണെങ്കിൽ സഖ്യകക്ഷികൾ എന്നുള്ള രീതിയിൽ നല്ല അഡ്ജസ്റ്റ്മെൻറ്റോട് കൂടിയാണ് രണ്ട് കക്ഷികളും മത്സരിച്ചത്. കാരണം രണ്ട് പാർട്ടികളും BJPയും JDUയും സീറ്റുകളൊക്കെ കുറച്ച് ചിരാഗിനെയൊക്കെ കൃത്യമായിട്ട് അക്കമഡേറ്റ് ചെയ്താണ് മത്സരിച്ചത്. അപ്പം വളരെ കെട്ടുറപ്പോടെ മത്സരിച്ചൊരു മുന്നണി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ഈ തേജസ്വി യാദവ്, RJDയുടെ സുപ്രീമോ എന്നൊക്കെ പറയുന്ന തേജസ്വി യാദവ് തന്നെ BJPയെ കുറിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത്, BJPയെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് തോന്നുന്ന ഒരു പോസിറ്റീവ് ആസ്പെക്ട് എന്നാണ് ഇൻ്റർവ്യൂവർ ചോദിച്ചത്. അപ്പോൾ പറഞ്ഞത് BJPയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും പണിയെടുക്കുന്ന ഹാർഡ് വർക്കിംഗ് ആയുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് BJP. BJPക്കാർ ഏത് നേരവും പണിയെടുത്തുകൊണ്ടിരിക്കുക. അതിൽ മാത്രമാണ് അവർക്ക് ശ്രദ്ധ. മെഹനത്ത് എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ അവർക്ക് മുന്നിലുള്ളൂ എന്നാണ് തേജസ്വി യാദവ് പറഞ്ഞത്. അതാണ് സത്യം. കഠിനാധ്വാനം ചെയ്ത് നേടിയൊരു വിജയമാണ് ഇപ്പോൾ ബീഹാറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. JDU ആണെങ്കിലും NDA, BJP ഒത്തൊരുമിച്ച് ഒരേ സ്വരത്തോടെ പ്രവർത്തിച്ച് നേടിയൊരു വിജയമാണ്. കോൺഗ്രസ് അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം യുവരാജാവ് രാഹുൽ ഏതാണ്ട് 1.5 മാസത്തിലധികം ബീഹാറിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം എവിടെയായിരുന്നു? കാരണം കർമ്മരംഗത്ത് ഇറങ്ങി പണിയെടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിലും മികച്ചൊരു റിസൾട്ട് കോൺഗ്രസിനും മഹാസഖ്യത്തിനും ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം എല്ലാവരും പറഞ്ഞത്, ഈ ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം RJDക്ക് കിട്ടിയ വോട്ടിംഗ് ശതമാനവും BJP കിട്ടിയ വോട്ടിംഗ് ശതമാനം. RJDക്ക് 23%, BJPക്ക് ഏതാണ്ട് 21%-നടുത്തും വോട്ടാണ് ലഭിച്ചത്. BJPക്ക് എങ്ങനെ 89 സീറ്റ് കിട്ടി, RJDക്ക് എന്തുകൊണ്ട് 25 സീറ്റായി എന്നുള്ളതാണ് ഒരു ചോദ്യം. അതിന് സിമ്പിളായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് BJPയേക്കാൾ കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ചത് RJDയാണ്. RJD 143 സീറ്റുകളിലാണ് മത്സരിച്ചത്. BJP വെറും 101 സീറ്റുകളിലാണ് ഇത്തവണ മത്സരിച്ചത്. 42 സീറ്റുകൾ
സീറ്റുകൾ കൂടുതൽ RJD മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം സീറ്റുകളിലെല്ലാം RJD നല്ല വോട്ട് പിടിച്ചിട്ടുണ്ട്. പല മണ്ഡലങ്ങളിലും RJD 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഊഹിക്കാമല്ലോ, ഇതെല്ലാം അക്യുമുലേറ്റ് ചെയ്ത് വോട്ടായി മാറുന്നതാണ്. അതാണ് ഈ 2.92% ഡിഫറൻസ്. അല്ലാതെ അത് മറ്റ് പ്രശ്നങ്ങളൊന്നുമല്ല, അത് സിമ്പിളായിട്ടുള്ളൊരു ലോജിക്ക് തന്നെയാണ്. കാരണം RJDയെ സംബന്ധിച്ച് അവർ വോട്ട് പിടിച്ചിട്ടുണ്ട്, പക്ഷേ അത് കൺവേർട്ട് ചെയ്ത് വിജയിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതായത് സ്ട്രാറ്റജിക്കലി വിജയിക്കാൻ സാധിച്ചില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ് പോലെയുള്ള സഖ്യകക്ഷികളുമായി മത്സരിച്ചതാണ്. കാരണം ഇത്തരം വീക്ക് സഖ്യകക്ഷികളെ കൊണ്ടുപോയിട്ട് എന്താ കാര്യം? BJPയെ സംബന്ധിച്ച് അങ്ങനെയല്ല. BJPക്കൊപ്പം JDU ഉണ്ട്, സ്ട്രോങ് വോട്ട് ബാങ്കുള്ള പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അതുകൂടാതെ LJP ഉണ്ട്, ചിരാഗ് പാസ്വാന്റെ. അവരൊരു 6% എഡീഷണൽ വോട്ട് അവർ നേടിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ RLM ഉണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അലയൻസ് ആണ് BJPക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു വിജയം, തിളക്കമാർന്ന വിജയം സ്വന്തമാക്കിയത്. അപ്പം സ്വന്തം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാതെ, അതിനെക്കുറിച്ച് പഠിക്കാതെ വെറുതെ വോട്ട് ചോരി എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ കണ്ണിൽ പൊടിയിടാൻ നിന്നിട്ട് ഒരു കാര്യവുമില്ല. കൃത്യമായിട്ട് പണിയെടുക്കുകയാണ് വേണ്ട. അതിന് കോൺഗ്രസും മറ്റു പാർട്ടികളും, അതായത് ഇന്ത്യ സഖ്യത്തിലെ പല പാർട്ടികളും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. BJP ഇന്ന് ബീഹാറിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയായി മാറിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയ പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് മാറിയിരിക്കുന്നു. ഇത് വർഷങ്ങളുടെ ഒരു പ്രയത്നത്തിൻ്റെ ഫലമാണ്, കഠിനാധ്വാനത്തിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണ്. ഒരു പാൻ ബീഹാറി പാർട്ടിയായിട്ട് BJP പരിണമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു റിസൾട്ടിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ. BJPയെ സംബന്ധിച്ച് ഇത് വർഷങ്ങളുടെ ഒരു പ്രയത്നമാണ്. ഇന്ന് എല്ലാ മേഖലയിലും, അതായത് മിഥിലാഞ്ചലിലാണെങ്കിലും മഗധിലാണെങ്കിലും കോസിയിലാണെങ്കിലും സീമാഞ്ചലിൽ വരെ BJPക്ക് വ്യക്തമായുള്ള സ്വാധീനവും സംഘടനാ സംവിധാനവും ഉണ്ട്. അപ്പോൾ ഇതിലൊരു കാര്യം പറയാനുള്ളത്, 1990കളിലൊന്നും BJPക്ക് ഈ ഒരു സ്വാധീനം ബീഹാറിൽ ഉണ്ടായിരുന്നില്ല. അന്നാണ് അദ്വാനിയുടെ രഥയാത്ര, രാമജന്മഭൂമി പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് അദ്വാനിയുടെ രഥയാത്ര ബീഹാറിൽ പ്രവേശിച്ചത്. പിന്നീട് സമസ്തിപൂരിൽ വെച്ച് ലാലു പ്രസാദ് യാദവ് ആ രഥയാത്ര തടഞ്ഞ് അദ്വാനിയെ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിനൊക്കെ ശേഷം എത്രത്തോളം ഗംഗയിലെ വെള്ളം ഒഴുകി എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇന്ന് ലാലു പ്രസാദ് യാദവിൻ്റെ മകൻ നയിക്കുന്ന പാർട്ടിയെ തറ പറ്റിച്ച് BJP അഭിമാന വിജയം നേടിയിരിക്കുകയാണ് ബീഹാറിൽ. അതും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് തിളങ്ങി നിൽക്കുന്നു. അതാണ് കാലത്തിൻ്റെ മാറ്റം.